രാജ്യത്തെ മുൻനിര സ്വകാര്യ ടെലികോം കമ്പനികളാണ് റിലയൻസ് ജിയോ, ഭാരത് എയർടെൽ, വോഡഫോൺ ഐഡിയ എന്നിവ. ഇവയെല്ലാം ഈ മാസം തുടക്കം മുതൽ തങ്ങളുടെ നിരക്കുകൾ വർധന വരുത്തിയിരിക്കുകയാണ്. റീചാർജ് പ്ലാനുകൾക്ക് ചിലവേറിയതോടെ പല ആളുകളും BSNLിലേക്ക് തങ്ങളുടെ നമ്പർ മാറ്റിയതായി റിപ്പോർട്ടുകളുണ്ട്. ഈ ട്രെൻഡ് അതിവേഗം വളർന്നെന്നും ജിയോ, എയർടെൽ ഉപഭോക്താക്കൾ BSNL നൽകുന്ന താരതമ്യേന ചിലവ് കുറഞ്ഞ പ്ലാനുകളിൽ ആകർഷകരാകുന്നു എന്നും സൂചനകളുണ്ട്. ഇതിനിടെ ടാറ്റ കമ്പനിയായ ടാറ്റ കൺസൾട്ടൻസി സർവീസ് BSNLുമായി സഹകരിക്കുകയാണെന്ന വാർത്തകളും പുറത്തുവന്നു. കഴിഞ്ഞ മാസമാണ് ജിയോ തങ്ങളുടെ റീചാർജ് നിരക്ക് വർധന പ്രഖ്യാപിച്ചത്. ഉടൻ തന്നെ എയർടെൽ, വോഡഫോൺ ഐഡിയ എന്നീ ടെലികോം കമ്പനികൾ തങ്ങളുടെ നിരക്കുകളും ഉയർത്തുമെന്ന് അറിയിച്ചു. ജിയോ എയർടെൽ കമ്പനിയുടെ പുതിയ നിരക്കുകൾ 2024 ജൂലൈ 3 മുതൽ പ്രാബല്യത്തിൽ വന്നപ്പോൾ വോഡഫോൺ ഐഡിയ നിരക്ക് വർധന തൊട്ടു പിന്നാലെ ദിവസം ജൂലൈ 4 മുതലാണ് നടപ്പാക്കിയത്. ഇതേ തുടർന്ന് BSNL നിരക്കുകൾ താരതമ്യേന കുറവാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പിന്നീടങ്ങോട്ട് വലിയ തോതിലുള്ള മൊബൈൽ നമ്പർ പോർട്ടിംഗ് നടന്നതായി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. ടെലികോം കമ്പനികൾ നിരക്ക് കൂട്ടിയതിനെതിരെ നിരവധി ആളുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിക്കുന്നത്. അംബാനിയുടെ ജിയോയാണ് ഏറ്റവും അധികം നിരക്കുകൾ ഉയർത്തിയിരിക്കുന്നത്. 12% മുതൽ 25% വരെയാണ് വർധനവ്. എയർടെൽ 11 മുതൽ 21% വരെയും വോഡഫോൺ ഐഡിയ 10 മുതൽ 21% വരെ എന്നിങ്ങനെയാണ് നിരക്കുകൾ ഉയർത്തിയിരിക്കുന്നത്. ഇതോടെ നിരവധി ജിയോ ഉപഭോക്താക്കളടക്കം BSNLിലേക്ക് കൂടുമാറി. ഇതിനിടെയാണ് ടാറ്റ കൺസൾട്ടൻസി സർവീസ് BSNLുമായി 15,000 കോടി രൂപ ഭീമമായ കരാറിൽ ഏർപ്പെടുന്നത്. രാജ്യത്തുടനീളം 10,000 ഗ്രാമങ്ങളിൽ 4G ലഭ്യത ഉറപ്പാക്കുന്നതിനായി ബന്ധപ്പെട്ട സഹകരണം ഉണ്ടായിരിക്കും. സമീപഭാവിയിൽ ഉയർന്ന വേഗതയിലുള്ള ഇന്റർനെറ്റ് ലഭ്യമാക്കാനും ലക്ഷ്യമിടുന്നുണ്ട്. നിലവിൽ ജിയോ, എയർടെൽ എന്നീ കമ്പനികളാണ് രാജ്യത്തെ 4G സേവന മേഖലയിൽ ആധിപത്യം പുലർത്തിയിരിക്കുന്നത്. ഈ സ്പേസിലേക്കാണ് ടാറ്റയുടെ കൈപിടിച്ച് കയറാൻ BSNL ശ്രമിക്കുന്നത്. ഇത് ജിയോ, എയർടെൽ കമ്പനികൾക്ക് കനത്ത വെല്ലുവിളി ഉയർത്താനുള്ള നീക്കത്തിന്റെ തുടക്കമായി വിലയിരുത്തപ്പെടുന്നു. രാജ്യത്തിന്റെ 4 ഭാഗങ്ങളിലും ടാറ്റയുടെ ഡാറ്റാ സെന്ററുകൾ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം BSNLനെ സംബന്ധിച്ച് ബിസിനസിനെ സഹായിക്കുന്ന ഘടകങ്ങളാണ്.